തിരുവനന്തപുരം കല്ലറ തൈക്കെട്ട് റോഡിൽ പരസ്യമായ മദ്യപാനം. ബിവറേജിന് സമീപത്തെ വഴിയിലാണ് മദ്യപാനം. 150ഓളം വീടുകളാണ് പ്രദേശത്തുള്ളത്. പാങ്ങോട് പോലീസിനും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. സ്ത്രീകൾക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയെന്നും നാട്ടുകാർ പറയുന്നു. നൗഫലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വീണ്ടും നൗഫൽ, എന്താണ് സാഹചര്യം? ബിവറേജിൽ നിന്ന് കുപ്പി വാങ്ങിക്കൊണ്ടുവന്ന് സമീപത്ത് വെച്ച് തന്നെ പൊട്ടിച്ചടിക്കുകയാണോ നാട്ടുകാർ? അക്ഷയ്, അങ്ങനെ തന്നെ നമുക്ക് പറയാം. ദൃശ്യങ്ങളിൽ നമുക്കത് വ്യക്തമായി തന്നെ കാണാനും സാധിക്കും. അതായത് ഈ പറയുന്ന കല്ലറ കൈതക്കെട്ട് റോഡിലാണ് ഈ പറയുന്ന സംഭവം. അതായത് ബിവറേജിനോട് ചേർന്ന ഒരു പ്രദേശമാണ്, പൊതുവഴിയാണ്. 150ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു വഴിയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരന്തരം അതിൽ സഞ്ചരിക്കുന്ന ഒരിടം കൂടിയാണ്. അവിടെയാണ് പരസ്യമായി ഇത്തരത്തിൽ മദ്യപ സംഗമത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടം നടക്കുന്നത്. അവിടെ ഏറ്റവും ഗൗരവതരമായ കാര്യമെന്ന് പറയുന്നത് അബോധാവസ്ഥയിൽ, മദ്യപിച്ച അബോധാവസ്ഥയിൽ ഉടുതുണി പോലും ഇല്ലാത്ത, പകൽ സമയത്ത് പകൽ വെളിച്ചത്തിൽ ഉടുതുണി പോലും ഇല്ലാത്ത രീതിയിൽ അവിടെ ഒരു പൊതുശല്യമായി ഇത്തരത്തിലൊരു സംഘം മാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പരാതി. പോലീസിനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴും യാതൊരു തരത്തിലുള്ള പ്രതികരണവും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു ആശങ്ക, അല്ലെങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, പകൽ സമയത്ത് രാത്രിയുടെയൊക്കെ നമുക്കറിയാം, ഓരോ സമയത്തും നഗരത്തിലും ഗ്രാമങ്ങളിലും നമുക്കറിയാം, മിനിങ്ങാന്നാണ് വെമ്പായത് ഇത്തരത്തിൽ മദ്യപിച്ച് ഒരു ബാറിന് തീയിട്ട് ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ വലിയ ഈ മദ്യപാനത്തിൻ്റെ പേരിൽ വലിയ കുഴപ്പങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നത് പോലെ തന്നെയാണ്. പകൽ വെളിച്ചത്തിൽ, രാത്രി പോലുമല്ല, പട്ടാപ്പകൽ ഇത്തരത്തിൽ നാട്ടുകാർ നടന്നു പോകുന്ന ഒരു പൊതുവഴിയിൽ പൊതുമധ്യത്തിൽ ഇത്തരത്തിൽ മദ്യപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന, കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു പൊതുശല്യമായിട്ട് ചിലർ മാറിയിട്ടുണ്ട് എന്നാണ് ഉയരുന്ന പരാതി. ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നപരിഹാരത്തിനോ അല്ലെങ്കിൽ ഇതൊരു പരിഹാരം കാണാനോ പാങ്ങോട് പഞ്ചായത്ത്, ഈ പറയുന്ന അധികൃതരോ പോലീസോ തയ്യാറാകുന്നില്ല എന്ന ഒരു വിമർശനം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അക്ഷയ്. ശരി നൗഫൽ, എന്തായാലും വിവരങ്ങളാണ് നൗഫൽ നൽകി. എന്തായാലും വളരെ വിചിത്രമാണ് കേട്ടോ. തിരുവനന്തപുരം കല്ലറ കൈതക്കെട്ട് റോഡിലാണ് ഇത്തരത്തിൽ ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങിയിട്ട് സമീപത്ത് വെച്ച് തന്നെ അത് പൊട്ടിച്ച് ഉപയോഗിക്കുന്ന തരത്തിലേക്കൊക്കെ ആളുകൾ പോകുന്നതും വിലക്കുകെട്ട് വഴിയിലൊക്കെ കിടക്കുന്ന സാഹചര്യമൊക്കെ ഉള്ളത്. എന്തായാലും ഈ ഓപ്പറേഷൻ തൂഫാനുമായിട്ടൊക്കെ സർക്കാർ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇവിടെ മദ്യം സുലഭമാകുന്നു. ആ ഒരു നിലപാടാണ് നമുക്കറിയാം. നേരത്തെ ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരിൻ്റെ നിലപാട് എന്താണെന്നറിയാം. അപ്പോൾ മദ്യം സുലഭമാകുന്നു, അത് ഇത്തരത്തിലേക്കൊക്കെ പോകുന്നു. സംസ്ഥാനത്തെ പോലീസുകാർ പോലും ഡ്യൂട്ടി സമയത്ത് പരസ്യമായി മദ്യപിച്ച് പല സ്ഥലങ്ങളിലും പൊതുവിടങ്ങളിലൊക്കെ എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും അത്തരത്തിലുള്ള വാർത്തകളാണ് എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതാ നൗഫലാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.